ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്രിച്ചോഫ്സ് ലോ ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ പ്രൂഫ്, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നെക്സ്റ്റ് ഇനി നമുക്ക് ഇതുപോലെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് സ്റ്റിഫാൻസ് ലോ എന്ന് പറയുന്നത്. സ്റ്റിഫാൻ ബോൾസ്മാൻസ് ലോ എന്നൊക്കെ ഇത് പറയും. അപ്പം സ്റ്റിഫാൻസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ദ ടോട്ടൽ റേഡിയൻ്റ് എനർജി എമിറ്റഡ് പെർ സെക്കൻഡ് from unit area of the surface of a black body is directly proportional to the fourth power of its absolute temperature. Okay, total radiant energy emitted per second from unit area of the surface of a black body is directly proportional to the fourth power of its absolute temperature. ഒരു ബ്ലാക്ക് ബോഡിയുടെ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ സർഫസിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ, ആ സർഫസിലെ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ യൂണിറ്റ് സെക്കൻഡിൽ, ഓക്കെ, ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ റേഡിയൻ്റ് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബ്ലാക്ക് ബോഡിയുടെ സർഫസിൽ നമ്മളൊരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ് ഏരിയയിലൂടെ ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഫോർത്ത് പവറിനോട് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പം ഇ എന്ന് പറയുന്നതാണ് യൂണിറ്റ് ഏരിയയിലൂടെ ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ റേഡിയൻ്റ് എനർജി അറ്റ് ടെമ്പറേച്ചർ ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോ പറയുന്നത് ഇതാണ്, ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലോ ആണ് സ്കൂളിലൊക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്മ ഈസ് കോൾഡ് സ്റ്റിഫാൻസ് കോൺസ്റ്റന്റ് ആൻഡ് അതിൻ്റെ വാല്യൂ ഈസ് 5.67 × 10⁸ വാട്ട് മീറ്റർ റേസ് ടു -2 കെൽവിൻ റേസ് ടു -4. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്. ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ടോട്ടൽ റേഡിയൻ്റ് എനർജി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഏരിയയിലൂടെ ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് സിഗ്മ, സ്റ്റിഫാൻസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് യൂണിറ്റ് ഏരിയയിലൂടെ ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടോട്ടൽ ആ ഒരു ബോഡിയുടെ സർഫസിലൂടെ എമിറ്റ് ചെയ്യുന്നത് എത്രയായിരിക്കും എനർജി? ഒന്നുകൂടെ പറയാം. ഇപ്പം നമ്മളൊരു സ്ഫെറിക്കൽ ആയിട്ടുള്ളത് ബോഡി കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ സർഫസിൽ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ എമിറ്റ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ടി റേസ് ടു 4 എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബോഡി ടോട്ടൽ ഈ ബോഡിയുടെ സർഫസിലൂടെ എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതെങ്ങനെയാ? എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ലെറ്റ്സ് എ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഫെറിക്കൽ ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബോഡിയുടെ ടോട്ടൽ സർഫസ് ഏരിയ എ എന്ന് പറയുന്നതാണ്. അതിൽ ഒരു യൂണിറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, 1 മീറ്റർ സ്ക്വയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൂടെ എമിറ്റ് ചെയ്യുന്നതാണ് ഇ ഈക്വൽ ടു സിഗ്മ ടി റേസ് ടു 4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ സർഫസിലൂടെ എമിറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് ഏരിയയിലൂടെ എമിറ്റ് ചെയ്യുന്ന എനർജി ഇൻറ്റു ടോട്ടൽ ഏരിയ ചെയ്താൽ മതി. അതായത് സിഗ്മ ടി റേസ് ടു 4 ആണ് യൂണിറ്റ് ഏരിയയിലൂടെ ഉള്ളത്. ഇതേ ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ ചെയ്താൽ നമുക്ക് ആ ടോട്ടൽ സർഫസ് ഏരിയയിലൂടെ എമിറ്റ് ചെയ്യുന്ന എനർജി കിട്ടും. ഓക്കെ, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ബോഡി T1 ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് ബോഡി. ഓക്കെ, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എളുപ്പത്തിന് സ്ഫെറിക്കൽ ബോഡി തന്നെ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ഇത് B1 എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ബോഡി അറ്റ് ടെമ്പറേച്ചർ T1. ഓക്കെ, ഇതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് വേറൊരു ബ്ലാക്ക് ബോഡി ഉണ്ട് B2 വിച്ച് ഈസ് അറ്റ് എ ടെമ്പറേച്ചർ T2. ഓക്കെ, T1 ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് ബോഡി, അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് വേറൊരു ബ്ലാക്ക് ബോഡി ഉണ്ട് അറ്റ് എ ടെമ്പറേച്ചർ T2. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ B1 എന്ന് പറയുന്ന ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന ഈ T1 ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന B1 എന്ന് പറയുന്ന ബ്ലാക്ക് ബോഡിയുടെ സർഫസിൽ യൂണിറ്റ് ഏരിയയിലൂടെ എമിറ്റ് ചെയ്യുന്ന റേഡിയൻ്റ് എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി സിഗ്മ T1 റേസ് ടു 4 ആയിരിക്കും, നമ്മളിപ്പോൾ സ്റ്റിഫാൻസ് ലോ അനുസരിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ B1ൻ്റെ കേസിൽ അതിൻ്റെ ആ സർഫസിലെ യൂണിറ്റ് ഏരിയയിലൂടെ
എമിറ്റ് ചെയ്യുന്ന, ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന എനർജി വിൽ ബി സിഗ്മ T1 റേസ് ടു 4. അതേപോലെ B2ന്റെ കേസിൽ പറയുകയാണെങ്കിൽ B2ന്റെ കേസിലും ആ B2 എന്ന് പറയുന്ന ബോഡിയുടെ സർഫസിൽ യൂണിറ്റ് ഏരിയയിലൂടെ എമിറ്റ് ചെയ്യുന്ന, ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന എനർജി വിൽ ബി സിഗ്മ T2 റേസ് ടു 4. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ലോ അപ്ലൈ ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെറ്റ് എനർജി റേഡിയേറ്റഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നെറ്റ് എനർജി റേഡിയേറ്റഡ് B1ന്റെ കേസിൽ പറയുകയാണെങ്കിൽ നെറ്റ് എനർജി റേഡിയേറ്റഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നെറ്റ് എനർജി റേഡിയേറ്റഡ് will be equal to sigma T1 raised to 4 minus T2 raised to 4 ആയിരിക്കും. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഇത് യൂണിറ്റ് ഏരിയയിലൂടെ ഉള്ളതാണ്. ഇപ്പം B1ന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് A ആയിരുന്നെങ്കിൽ ഈക്വേഷൻ എങ്ങനെ വരുന്നു? സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് B1 എന്ന് പറയുന്നത് A ആയിരുന്നെങ്കിൽ ഈ ഇക്വേഷൻ ടോട്ടൽ എനർജി, നെറ്റ് എനർജി റേഡിയേറ്റഡ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു A ഇൻറ്റു സിഗ്മ T1 റേസ് ടു 4 മൈനസ് T2 റേസ് ടു 4 ആവുമായിരുന്നു. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഏരിയ 1 ആണ്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഈ പറയുന്ന ബോഡികൾ ബ്ലാക്ക് ബോഡികളല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? അപ്പം നമ്മളിവിടെ ആ ബോഡിയുടെ എമിസിവിറ്റി, ഓക്കെ, എമിസിവിറ്റിയും കൂടെ കൺസിഡർ ചെയ്യണം. ബ്ലാക്ക് ബോഡി ആയതുകൊണ്ട് എമിസിവിറ്റി 1 ആണ്. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ ചേഞ്ച് ആകും? E1ന്റെ കേസിൽ അതിൻ്റെ എനർജി റേഡിയേറ്റഡ് എന്ന് പറയുന്നത് എപ്സിലൺ സിഗ്മ T1 റേസ് ടു 4 എന്ന് വരും. E2യുടെ കേസിൽ എപ്സിലൺ സിഗ്മ T2 റേസ് ടു 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ നെറ്റ് എനർജി റേഡിയേറ്റഡ്, ഈ നെറ്റ് എനർജി റേഡിയേറ്റഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ B1 എന്ന് പറയുന്ന ബോഡിയുടെ കേസിലാണ് നെറ്റ് എനർജി റേഡിയേറ്റഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് എമിറ്റ് ചെയ്യുന്ന എനർജി സിഗ്മ T1 റേസ് ടു 4ഉം അതേസമയം ഈ B2 എമിറ്റ് ചെയ്യുന്ന ഈ എനർജി റേഡിയേഷൻ ഇതിന് കിട്ടുന്നുണ്ട്. എന്താണ് ഇത് ഗെയിൻ അത്രയും ഈ സിഗ്മ T2 റേസ് ടു 4 എന്ന് പറയുന്ന അത്രയും തെർമൽ റേഡിയേഷൻ ഇത് ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നെറ്റ് എനർജി റേഡിയേറ്റഡ് സിഗ്മ T1 റേസ് ടു 4 മൈനസ് T2 റേസ് ടു 4 എന്ന് വന്നത്. അപ്പം ബ്ലാക്ക് ബോഡി അല്ലായിരുന്നെങ്കിൽ ആ നെറ്റ് എനർജി കണ്ടുപിടിക്കുന്ന കേസിലും എന്ത് വരണം? ഈ എമിസിവിറ്റി എന്ന് പറയുന്ന ടേം വരണം. ഓക്കെ, അപ്പോൾ സിഗ്മ എപ്സൈലൻ T1 റേസ് ടു 4 മൈനസ് T2 റേസ് ടു 4 എന്ന് വരും. ദെൻ യൂണിറ്റ് ഏരിയ അല്ലായിരുന്നെങ്കിൽ QA എപ്സൈലൻ T1 റേസ് ടു 4 മൈനസ് T2 റേസ് ടു 4. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, E1ന്റെ കേസിൽ എപ്സിലൺ ആണെങ്കിൽ E2ന്റെ കേസിൽ എപ്സിലൺ വ്യത്യാസം ഉണ്ടാവും, കാരണം രണ്ട് ബോഡിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് E1 E2 എന്ന് കൊടുക്കണം. ഓക്കെ, എമിസിവിറ്റി ഡിപ്പെൻസ് അപ്പോൺ ദ ബോഡി അല്ലേ. B1ഉം B2ഉം വേറെ വേറെ ബോഡികളാണെങ്കിൽ, നേച്ചറിലുള്ള ബോഡികളാണെങ്കിൽ അപ്പോൾ അതിൻ്റെ എമിസിവിറ്റിക്ക് ഡിഫറൻസ് ഉണ്ടാവും. എമിസിവിറ്റി ഈസ് എ റേഷ്യോ ഓഫ് എമിസീവ് പവർ ഓഫ് ദ ബോഡി ടു ദ എമിസീവ് പവർ ഓഫ് ദ ബ്ലാക്ക് ബോഡിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റീഫാൻസ് ലോനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് ഫ്രം യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ആൻഡ് സ്റ്റീഫാൻസ് കോൺസ്റ്റന്റ് വാല്യൂ ഒക്കെ ഓർത്തിരിക്കുക. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എനർജി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ സ്പെക്ട്രം ഓഫ് എ ബ്ലാക്ക് ബോഡിയാണ്. ഓക്കെ, അപ്പം ബ്ലാക്ക് ബോഡിയുടെ സ്പെക്ട്രത്തിൽ ഓരോ വേവ് ലെങ്ത്തിനും എങ്ങനെയാണ് എനർജി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനർജി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ആദ്യമായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചത് ലൂമ ആൻഡ് പ്രിൻസ്ഹൈം എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ്. അവരുടെ ഒരു എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്ത് ആ എക്സ്പെരിമെന്റിലൂടെയാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ യൂസ് ചെയ്തത് ഒരു ഇലക്ട്രിക്കലി ഹീറ്റഡ് ചേംബർ ആണ്. ഒരു ചെറിയ അപ്പേർച്ചറുള്ള ഒരു ഇലക്ട്രിക്കലി ഹീറ്റഡ് ചേംബർ, അതിനെ ബ്ലാക്ക് ബോഡി ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ തെർമോകപ്പിൾ ഉപയോഗിച്ച് മെഷർ ചെയ്തു. ഓക്കെ, നമ്മൾ ഫെറീസ് ബ്ലാക്ക് ബോഡിയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ എന്താണ് ഇതേപോലെ ഒരു സ്മോൾ അപ്പേർച്ചർ ആണുള്ളത്. ഓക്കെ, അത് ഇലക്ട്രിക്കലി ഹീറ്റഡ് അല്ല, ഇവിടെ അവർ യൂസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക്കലി ഹീറ്റഡ് ചേംബർ ആണ്.
ഓക്കെ, അതിന് അവർ കാർബൺ ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കലി ഹീറ്റഡ് കാർബൺ ട്യൂബിനെയാണ് അവർ ബ്ലാക്ക് ബോഡി ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രിക്കലി ഹീറ്റഡ് കാർബൺ ട്യൂബ്. ഓക്കെ, ഇതിനെയാണ് ഇവിടെ ഈ എക്സ്പെരിമെന്റിൽ ഇവർ ബ്ലാക്ക് ബോഡി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കാം. ഓക്കെ, എക്സ്പെരിമെന്റിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആണ് നമ്മുടെ ബ്ലാക്ക് ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇത് വരുന്നത്. അപ്പം ഹീറ്റ് ചെയ്യുന്ന, ഇങ്ങനെ ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്ത ബ്ലാക്ക് ബോഡിയിൽ നിന്നും എന്ത് സംഭവിക്കും? ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് റേഡിയേഷൻ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഉണ്ടാകും. ആ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ ഒരു സ്ലിറ്റിലൂടെ പാസ് ചെയ്യിച്ച് വിടും. ഓക്കെ, ഒരു ചെറിയ സ്ലിറ്റിലൂടെ പാസ് ചെയ്യിച്ച് വിടും. അത് വന്നിട്ട് ഇവിടെ ഒരു കോൺകേവ് മിററിൽ വന്ന് വീഴത്തക്ക രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വന്ന് വീഴുന്ന, ഈ കോൺകേവ് മിററിലേക്ക് വന്ന് വീഴുന്ന തെർമൽ റേഡിയേഷൻ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പാരലൽ ബീംസ് ആയിട്ട് ഇവിടെ വന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ഒരു പ്രിസം വെച്ചിട്ടുണ്ട്. ആ പ്രിസത്തിലേക്ക് വന്ന് വീഴുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്ലിറ്റിലൂടെ വരുന്ന തെർമൽ റേഡിയേഷൻ കോൺകേവ് മിററിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് പാരലൽ ബീംസ് ആയി ഈ പ്രിസത്തിലേക്ക് വന്ന് വീഴും. ഈ പ്രിസം എന്ന് പറയുന്നത് ഒരു ഫ്ലൂറോസ്പാർ പ്രിസമാണ്. ഓക്കെ, ഫ്ലൂറോസ്പാർ പ്രിസം. ആൻഡ് ഇത് ഒരു ടേൺ ടേബിളിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ടേൺ ടേബിൾ ഉണ്ട്. സ്പെക്ട്രോമീറ്ററിന്റെ ടേൺ ടേബിൾ ആണ്. ആ ടേൺ ടേബിളിന്റെ മേളിലാണ് ഈ ഫ്ലൂറോസ്പാർ പ്രിസം വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രിസത്തിലൂടെ റേഡിയേഷൻ പാസ് ചെയ്തു പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വിസിബിൾ ലൈറ്റിന്റെ ഒക്കെ കേസിലുള്ളത് പഠിച്ചിട്ടുള്ളതാണ് പണ്ട് സ്കൂളിലൊക്കെ. റേഡിയേഷൻ, അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. അപ്പോൾ അത് വന്ന് വീഴുമ്പോൾ അത് എന്ത് ചെയ്യും? ഡിസ്പേർഷൻ നടക്കും. വേവ് ലെങ്ത് അനുസരിച്ച് ഡിസ്പേർഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഡിസ്പേർഷൻ നടന്നു കഴിഞ്ഞിട്ട് ഈ പ്രിസത്തിലൂടെ പുറത്തു വരുന്ന റേഡിയേഷനെ പിന്നെയും ഒരു കോൺകേവ് മിററിലേക്കാണ് ഇൻസിഡന്റ് ചെയ്യിക്കുന്നത്. അവിടെ നിന്ന് അത് ആ കോൺകേവ് മിറർ ഈ റേഡിയേഷനെ കൺവേർജ് ചെയ്യിച്ച് അടുത്തൊരു സ്ലിറ്റിലേക്ക് പാസ് ചെയ്യിക്കും. ഓക്കെ, കോൺകേവ് മിററിൽ നിന്നും ഈ പാരലായിരിക്കില്ല, ഡിസ്പേർഷൻ നടന്നു കഴിയുമ്പോൾ കുറച്ച് പാരലായിരിക്കില്ല ഇവര്. ആ വേവ് ലെങ്ത് അനുസരിച്ച് അവർ ഡിസ്പേഴ്സ് ആയിട്ടുണ്ടാവും. അതിനെ എല്ലാത്തിനെയും കൂടെ പിന്നെയും കൺവേർജ് ചെയ്യിച്ച് ഇവിടെ ഒരു സ്ലിറ്റിലേക്ക് വരും. ആ സ്ലിറ്റിന്റെ അവിടെ ഒരു ബോളോമീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോളോമീറ്റർ എന്താണ്? ബോളോമീറ്റർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, തെർമൽ റേഡിയേഷൻ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ബോളോമീറ്റർ. അപ്പോൾ ആ സ്ലിറ്റിലൂടെ, സെക്കൻഡ് സ്ലിറ്റിലൂടെ ബോളോമീറ്ററിലേക്ക് വരുന്ന റേഡിയേഷൻ നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിസ്പേർഷൻ നടത്തുന്നത് അവിടെ ഞാൻ പറഞ്ഞു സ്പെക്ട്രോമീറ്ററിന്റെ ടേൺ ടേബിളിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഇതിനെ ആ സ്പെക്ട്രോമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലൂറോസ്പാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, കാൽഷ്യം ഫ്ലൂറൈഡ് ആണ്. അപ്പോൾ അതെന്തിനാണ് ഫ്ലൂറോസ്പാർ പ്രിസം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഫ്ലൂറോസ്പാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രാൻസ്പാരൻറ്റ് ടു ഇൻഫ്രാറെഡ്. ഓക്കെ, ട്രാൻസ്പാരൻറ്റ് ടു IR റേഡിയേഷൻസ്. നമ്മൾ ഫസ്റ്റ് തുടക്കത്തിലെ റേഡിയേഷൻ പഠിച്ച സമയത്ത്, തെർമൽ റേഡിയേഷൻ്റെ പ്രോപ്പർട്ടി പഠിച്ച സമയത്ത് പറഞ്ഞു, തെർമൽ റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആ സ്പെക്ട്രത്തിൽ ഇൻഫ്രാറെഡ് റീജിയനിലാണ് വരുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇൻഫ്രാറെഡിന് ട്രാൻസ്പെറൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഫ്രാറെഡിനെ മാത്രമേ ഇത് കടത്തി വിടുകയുള്ളൂ, ബാക്കിയെല്ലാം റിഫ്ലക്റ്റ് ആയി പോക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആ തെർമൽ റേഡിയേഷൻ്റെ റേഞ്ചിലുള്ള ആൾക്കാർ മാത്രമേ ഈ പ്രിസത്തിലൂടെ ഡിസ്പേഴ്സ് ചെയ്ത് പോവുള്ളൂ. അപ്പോൾ അത് പഠിക്കാൻ നമുക്ക് വേണ്ടത് അതിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ. സോ നമുക്ക് തെർമൽ റേഡിയേഷൻസ് മാത്രം ആ IR റീജിയനിൽ ഉള്ള ഇത് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഫ്ലൂറോസ്പാർ പ്രിസം. അപ്പോൾ അതിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞത് തന്നെയാണ് പ്രൊസീജിയർ, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഇവിടെ നിന്ന് പാരലൽ ബീംസ് ആക്കി പ്രിസത്തിൽ വരുന്നു, ഡിസ്പേർഷൻ നടന്ന് പുറത്ത് വരുന്നത് ഈ കോൺകോമറിലൂടെ കൺവേർട്ട് ചെയ്ത് ബോളോമീറ്ററിലേക്ക് വിടുന്നു. ഓക്കെ, അപ്പോൾ ഈ ബോളോമീറ്റർ എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻസ് ഇവിടെ ഈ ബോളോമീറ്ററിൽ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ, ഈ ബ്ലാക്ക് ബോഡിനെ ഓരോ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യിക്കുമ്പോൾ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള തെർമൽ റേഡിയേഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് വ്യത്യാസം വരും. അപ്പോൾ ആ ഓരോ ടെമ്പറേച്ചറിലും
ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള തെർമൽ റേഡിയേഷൻസ് ആയിരിക്കും ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓരോ ടെമ്പറേച്ചറിലും ഓരോ ഇത് വരുന്നത്, അത് നമ്മൾ ആ മെഷർ ചെയ്യുന്നത് അവിടെ എന്താണ്, ആ റേഡിയേഷൻ്റെ എനർജിയാണ്. ഓക്കെ, ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ബോളോമീറ്റർ എന്ന് പറയുന്നത് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ എനർജി ഓഫ് ദ ഹീറ്റ് റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ബ്ലാക്ക് ബോഡി. ഓക്കെ, അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഓക്കെ, ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ബോളോമീറ്റർ എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എനർജി ഓഫ് ദ ഹീറ്റ് റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ബ്ലാക്ക് ബോഡി. ഓക്കെ, ആൻഡ് പിന്നെ ഒരു കാര്യം, ഈ ടേൺ ടേബിളിൽ വെച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ടേൺ ടേബിൾ എന്ന് പറയുമ്പോൾ അത് എന്തിനാണത്, ഇതിനെ ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിസത്തിനെ. ഓക്കെ, എന്നിട്ടാണ് എനർജി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ഡിഫറെൻറ്റ് ലാംഡാസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ഒബ്സർവേഷൻ നമ്മൾ എടുക്കും. ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ ബ്ലാക്ക് ബോഡിയെ ഹീറ്റ് ചെയ്യിച്ചിട്ട് കുറേ ഒബ്സർവേഷൻസ് നമ്മൾ എടുത്തിട്ട് ഒരു എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കും. ഓക്കെ, ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ ഉള്ള ഡിഫറെൻറ്റ് കർവുകൾ നമ്മൾ വരയ്ക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനൊരു പ്ലോട്ടാണ് കിട്ടുക. ഓക്കെ, ഡിഫറെൻറ്റ് ലാംഡയ്ക്ക് വരുന്ന ഡിഫറെൻറ്റ് എനർജി ഡിസ്ട്രിബ്യൂഷനെ പല പല ടെമ്പറേച്ചറുകളിൽ നമ്മൾ മെഷർ ചെയ്തിട്ട് ആണിത് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഓരോ കേർവും, ഓക്കെ, ഈ ഓരോ കേർവുകളും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, represents the intensity of radiation with wavelength lambda for a given temperature. ഒരു given ടെമ്പറേച്ചറിന് വിത്ത് ലാംഡ എനർജി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഈ ഓരോ കേർവും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റപ്പും പ്രൊസീജിയറും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്ക് റിസൾട്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ എക്സ്പെരിമെൻ്റ് റിസൾട്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റിസൾട്ടുകൾ? ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചറിൻ്റെ കേസിൽ മാത്രം നോക്കുകയാണെങ്കിൽ, ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ കേസിൽ നോക്കുമ്പോൾ വിത്ത് ഇൻക്രീസ് ഇൻ ലാംഡ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, എനർജി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് തെർമൽ റേഡിയേഷൻ. ഓക്കെ, എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് ഒരു പീക്ക് വാല്യൂവിൽ എത്തുന്നുണ്ട്. ആ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എനർജിയുടെ ഒരു പീക്ക് വാല്യൂവിൽ എത്തുന്നുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ലാംഡയെ നമുക്ക് തൽക്കാലം ലാംഡ എം എന്ന് വിളിക്കാം. ഓക്കെ, മാക്സിമം എനർജി എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ ജസ്റ്റ് നമ്മൾ ലാംഡ എം എന്ന് വിളിക്കാം. ആൻഡ് ദെൻ ആ ലാംഡ എമ്മിന് ശേഷം പിന്നെയും ലാംഡ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എനർജി കുറഞ്ഞാണ് വരുന്നത്. Okay, at a given temperature, intensity of radiation increases with increase in lambda, and at a particular lambda m, intensity becomes maximum, and with further increase, intensity decreases. Okay, അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്, വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് എനർജി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം അല്ല. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എനർജി ഡിസ്ട്രിബ്യൂഷൻ is not uniformly distributed in the spectrum. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അപ്പോൾ അതാണ്, എനർജി ഈസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ റേഡിയേഷൻ സ്പെക്ട്രം ഓഫ് എ ബ്ലാക്ക് ബോഡി അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഇൻക്രീസസ് വിത്ത് ലാംഡ ആൻഡ് അറ്റൈൻസ് എ പീക്ക് വാല്യൂ അറ്റ് ലാംഡ എം, ആൻഡ് വിത്ത് ഫർദർ ഇൻക്രീസ് ഇൻറ്റൻസിറ്റി ഡിക്രീസസ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഓക്കെ, ഇപ്പോൾ T1 എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ കൂടിയ ടെമ്പറേച്ചറാണ് T2, അതിനേക്കാളും കൂടിയ ടെമ്പറേച്ചറാണ് T3. ഓക്കെ, അപ്പോൾ ഈ T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ ഇതുപോലെ വിത്ത് ഇൻക്രീസ് ഇൻ ലാംഡ ഇൻറ്റൻസിറ്റി എനർജിയുടെ ഇൻറ്റൻസിറ്റി കൂടി വന്നിട്ട് ഒരു മാക്സിമം വാല്യൂവിലെത്തി, ആൻഡ് ദെൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഡിക്രീസ് ചെയ്തു. ആ മാക്സിമം വാല്യൂവിൽ എത്തുമ്പോൾ ഉള്ള ലാംഡ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇവിടെയാണ് വരുന്നത് അല്ലേ. T3 അടുത്ത ടെമ്പറേച്ചറിൽ നോക്കുകയാണെങ്കിൽ ആ ലാംഡ പിന്നെയും കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ അതൊരു പാറ്റേൺ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ കൂടും തോറും ഈ ലാംഡ എം എന്ന് പറയുന്നത്, അതായത് ഇൻറ്റൻസിറ്റി മാക്സിമം കിട്ടുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഷോർട്ടർ വേവ് ലെങ്ത് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ലാംഡ എം shifts to a shorter wavelength side. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നതാണത്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താണ്, ഫോർ ഓൾ ലാംഡാസ്, ഇപ്പം ഞാൻ ഈ ഒരു
ഇപ്പം നമുക്ക് ഈ ലാംഡ എം വെച്ചിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഡ എടുക്കാം. ഈ ഒരു ലാംഡ നോക്കുകയാണെങ്കിൽ ഫോർ ഈ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആ പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ട് അല്ലേ? അതായത് നമ്മൾ വേവ് ലെങ്ത് മാറുന്നില്ല. വേവ് ലെങ്ത് ഈ ഒരു കോൺസ്റ്റന്റ് വേവ് ലെങ്ത്തിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്തോറും ആ പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ ഇൻറ്റൻസിറ്റി കൂടി വരികയാണ്. ഓക്കെ, അതായത് വിത്ത് ഫോർ ഓൾ ലാംഡാസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ഇൻക്രീസ് ഇൻ എനർജി എമിഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം നമ്മൾ ഈ കേർവിൻ്റെ ഏരിയ അണ്ടർ ദ കേർവ് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഇപ്പം ജസ്റ്റ് ഞാൻ ഈ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൻ്റെ കേർവ് മാത്രം നോക്കുകയാണ്. അപ്പം ഈ ഏരിയ അണ്ടർ ദ കേർവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി ദ ടോട്ടൽ എനർജി emitted by the black body at temperature T1 for the complete spectrum. Okay, അപ്പോൾ ആ കംപ്ലീറ്റ് സ്പെക്ട്രത്തിൽ T1 ടെമ്പറേച്ചർ അത് എമിറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ എനർജിയാണ് ഈ ഏരിയ അണ്ടർ ദ കേർവ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളത് ആ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളത് ഏരിയ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് ടെമ്പറേച്ചർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വിച്ച് ഇസ് ആക്ച്വലി വെരിഫൈയിങ് സ്റ്റെഫാൻസ് ലോ. വെരിഫിക്കേഷൻ ആണ് ലോയുടെ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ആ ഏരിയ അണ്ടർ ദ കേർവ് എന്ന് പറയുന്ന ടോട്ടൽ എനർജി എമിറ്റഡ് ബൈ ദ ബ്ലാക്ക് ബോഡി അറ്റ് T1 ടെമ്പറേച്ചർ ഫോർ ദ കംപ്ലീറ്റ് സ്പെക്ട്രം ആണ്. ആൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് ടെമ്പറേച്ചർ എന്നുള്ളത് നമ്മൾ ഈ ഏരിയ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് എ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റെഫാൻസ് ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ലൂമ പ്രിൻസ്ഹൈം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. ആൻഡ് നമുക്ക് അതിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കേർവാണ് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ നിന്നും കണ്ടുപിടിക്കുന്നത്. ആൻഡ് ആ കേർവിൽ നിന്നും ഈ എനർജി ഡിസ്ട്രിബ്യൂഷൻ കേർവുകളിൽ നിന്നും നമുക്ക് ഫോർ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിനുള്ള ഈ എനർജി ഡിസ്ട്രിബ്യൂഷൻ കേർവുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ റിസൾട്ട്സ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് എന്തായിരുന്നു? അറ്റ് ഗിവൺ ടെമ്പറേച്ചർ എനർജി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം ഇൻ ദ സ്പെക്ട്രം ഓഫ് സ്പെക്ട്രം. സെക്കൻഡ് എന്താണ്? അറ്റ് ഗിവൺ ടെമ്പറേച്ചർ the intensity of the radiation increases with increase in wavelength, and at a particular wavelength lambda m the intensity becomes maximum, and with further increase in lambda intensity decreases. Pinyo with increase in temperature lambda m എന്ന് പറയുന്നത് shifts towards a shorter wavelength side. പിന്നെ ഫോർ ഓൾ ലാംഡാസ് ഒരു പെർട്ടിക്കുലർ ലാംഡ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഓരോ ലാംഡയുടെയും കേസിൽ എന്താണ്? ഫോർ ഓൾ ലാംഡാസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ഇൻക്രീസ് ഇൻ ദ എനർജി എമിഷൻ. പിന്നെ ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞത് ഏരിയ അണ്ടർ ദ കർവ് റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ എനർജി എമിറ്റഡ് ബൈ ദ ബോഡി അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഫോർ ദ കംപ്ലീറ്റ് സ്പെക്ട്രം. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് ടെമ്പറേച്ചർ, absolute temperature, which is the verification of Stefan-Boltzmann's law. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം സ്റ്റെഫാൻസ് ലോ എന്താണെന്ന് പറഞ്ഞു, ആൻഡ് ദെൻ ലൂമ-പ്രിൻസ്ഹൈം എക്സ്പെരിമെന്റ് ടു സ്റ്റഡി ദ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ സ്പെക്ട്രം ഓഫ് ബ്ലാക്ക് ബോഡി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കാൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കുക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.